ഇനി നമുക്ക് പോകേണ്ടത് കൃഷിയിലേക്കാണ്. കൃഷിയിൽ തുടങ്ങാം. കൃഷിയുടെ ആധുനികവൽക്കരണം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് താങ്ങുവില നൽകുന്നത് 23 ഉൽപ്പന്നങ്ങൾക്കാണ്. ആ 23 ഉൽപ്പന്നങ്ങളിൽ കേരളത്തിന് താങ്ങുവില കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നെല്ലും നാളികേരവും മാത്രമാണുള്ളത്. ബാക്കി ഒന്നും തന്നെ കേരളത്തിൽ കാര്യമായി കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളല്ല. പണ്ടൊക്കെ കരിമ്പുണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഇവിടെ കേരളത്തിൽ കാര്യമായി കൃഷിയില്ല. അപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന തരത്തിലുള്ള റബ്ബറിനെ ഈ താങ്ങുവിലയുടെ പട്ടികയിൽ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പക്ഷേ പറ്റിയില്ല. കാരണം എന്താണ്? റബ്ബർ ഒരു വ്യാവസായിക അടിത്തറയുള്ള ഉൽപ്പന്നമാണ്. കാർഷിക ഉൽപ്പന്നമായിട്ട് അതുകൊണ്ട് കണക്കാക്കുകയോ അതിന് താങ്ങുവില നൽകുകയോ ചെയ്യുന്നതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഈ റബ്ബറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേതൊക്കെ പുതിയ അതായത് കേരളത്തിൻ്റെ ധാരാളം കൃഷിഭൂമി പ്രയോജനപ്പെടുത്തുന്ന മറ്റേതൊക്കെ വിളകളാണുള്ളത് എന്ന് കണ്ടെത്തി അവയെ കൂടി അത് കർഷകരുടെ ഒരു ചർച്ച വിളിച്ചാൽ അറിയാം ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. അതിനൊക്കെ താങ്ങുവില കിട്ടത്തക്ക രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും അതിൻ്റെ കണക്കുകൾ കൊടുക്കുകയും ചെയ്ത് അവയെ കൂടി 23 ഉൽപ്പന്നങ്ങളുടെ കൂടെ കേരളത്തിൻ്റെ കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം ഈ ബജറ്റിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. പിന്നെ ഈ പറയപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി, ഉദാഹരണത്തിന് നമ്മുടെ മഞ്ഞൾ, ഇഞ്ചി, അതുപോലെ കാടമം, കോഫി, റബ്ബറും വാല്യൂ അധിഷ്ഠിതമാക്കാം. അതിനാണല്ലോ തോമസ് ഐസക് സിയാൽ മോഡൽ ഒരു കമ്പനി കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും നടന്നില്ല. അപ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ലോക വിപണി തന്നെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ കേരളത്തെ, അതായത് ചെറുകിട നാമമാത്ര ഇടത്തരം സംരംഭങ്ങളുടെ ഒരു ഹബ്ബാക്കുക. ലാർജ് ഇൻഡസ്ട്രീസിൻ്റെ ഹബ്ബാക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്ഥലപരിമിതിയുണ്ട്, മറ്റു പല പരിമിതികളുമുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട, അതായത് കുടുംബശ്രീ തന്നെ ഒന്നാന്തരം എക്സാമ്പിൾ ആയിട്ടുണ്ട് നാമമാത്ര സംരംഭങ്ങൾ വഴി എങ്ങനെ ആഗോള വിപണി പിടിച്ചെടുക്കാമെന്ന്. അപ്പോൾ ആ തരത്തിൽ ഈ വൈവിധ്യ കാർഷിക വിളകൾ, അതാണ് കേരളത്തിൻ്റെ ഒരു നേട്ടം. പ്രകൃതിദത്തമായ ഒരു നേട്ടം എന്ന് പറയുന്നത്. ആ പ്രകൃതിദത്തമായ നേട്ടത്തെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക. അതിന് എന്തൊക്കെ വേണം? നമുക്ക് നമ്മുടെ കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി LDF ഗവൺമെൻറ് 2016-17 കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോഴും അത് ശൈശവ ദിശയിലാണ്. അതിനെ പൂർത്തിയാക്കാൻ പറ്റുമോ? അതുപോലെ കൊച്ചി, കാസർഗോഡ്, കൊച്ചി, തിരുവനന്തപുരം, കൊച്ചി, ഇടുക്കി, അങ്ങനെ ഏതാനും ഇടനാഴികൾ കൂടി, വ്യവസായ ഇടനാഴികൾ കൂടി കൊണ്ടുവരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കേരളത്തെ ഒരു വ്യവസായ ഹബ്ബാക്കി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഹബ്ബല്ല, അല്ലാതെയുള്ള ഒരു നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഒരു ഹബ്ബാക്കി മാറ്റാനും തൊഴിൽ സാധ്യതകൾ ഒരുപാട് വർദ്ധിപ്പിക്കാനും സാധിക്കും. അതിന് മനസ്സാണ് ആവശ്യം, ഡിറ്റർമിനേഷനുമാണ് ആവശ്യമുള്ളത്. പിന്നെ അതുകൂടാതെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മനുഷ്യ മൃഗ സംഘർഷം, ആ സംഘർഷത്തിന് തീർച്ചയായിട്ടും അവസാനം കണ്ടേ പറ്റൂ. അതിന് വേണ്ട, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ BBG റാംജി പദ്ധതി ഇല്ല, അതിനായിട്ട് പേര് മാറ്റി എങ്കിൽ പോലും അതിൻ്റെ ജോലി, ഈ 4 സാധ്യതകൾ, 4 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ജൂലൈ 1 മുതൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലുകൾ ക്രമീകരിക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതിലെ 4ാമത്തെ മേഖല എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടത്, ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടേണ്ടത്, അതുപോലെ മഴ ലഭ്യത, അതുപോലെ ജലസംഭരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ആ 4ാമത്തെ മേഖല. ആ 4ാമത്തെ മേഖലയിലെ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് ഗുണ്ടൽപേട്ട് മോഡലിലുള്ള മതിലുകൾ കെട്ടുക. ആ മതിൽ എന്താണെന്ന് അറിയണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിന്ന്, അതായത് നമ്മുടെ വയനാട് ഭാഗത്തു നിന്ന് 4 പേരെ അങ്ങോട്ട് അയച്ചാൽ മതി, 4 കോൺഗ്രസ്സുകാരെ കർണാടകത്തിലേക്ക് അയച്ചാൽ മതി. ഗുണ്ടൽപേട്ട് മതിൽ എങ്ങനെയുണ്ടെന്ന്, അതായത് ആന, കടുവ, കരടി, പുലി ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളൊന്നും ജനവാസ മേഖലകളിലേക്ക്
കടന്നു ചെല്ലാതിരിക്കത്തക്ക പൊക്കത്തിൽ കെട്ടിയിരിക്കുന്ന കോൺക്രീറ്റ് മതിലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മതിൽ. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ആന കടന്നു വരാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ട്രഞ്ചുണ്ട്. ആ ട്രഞ്ച് കോൺക്രീറ്റ് ചെയ്താൽ ആന കടന്നു വരാതിരിക്കും. പക്ഷേ പുലി, കടുവ, ഈ പറയപ്പെട്ട മൃഗങ്ങൾക്കൊക്കെ അത് ചാടിക്കടന്ന് വരാൻ പറ്റും. മറിച്ച് ഇതുപോലെ പൊക്കമുള്ള മതിലുകളാണ് കെട്ടുന്നത് എങ്കിൽ ഈ പറയപ്പെട്ട ഒരു മൃഗത്തിനും മനുഷ്യവാസ മേഖലകളിലേക്ക് വരാൻ പറ്റുകയില്ല. അപ്പോൾ ആ ഗുണ്ടൽപേട്ട് കെട്ടിയിരിക്കുന്ന, അതായത് കർണാടകത്തിൽ കെട്ടിയിരിക്കുന്ന മതിൽ ഏത് തരത്തിലാണ് എന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ മോഡൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ചാൽ മതി. തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ട് ഇപ്പോൾ പുരുഷന്മാരും പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെയൊക്കെ സ്ത്രീകളായിരുന്നു 93% ഞാനൊരു പഠനം നടത്തിയപ്പോൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ പുരുഷന്മാരും പോകുന്നു. പോയിക്കൊള്ളട്ടെ. സ്ത്രീകൾ മാത്രമുണ്ടായിരുന്നപ്പോൾ പോലും വയനാട്, പാലക്കാട് ജില്ലകളിലൊക്കെ ആന മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള ട്രഞ്ച് തയ്യാറാക്കിയത് ആ വനിതാ തൊഴിലുറപ്പ് പദ്ധതിക്കാരായിരുന്നു എന്ന് ഓർമ്മിക്കണം. അപ്പോൾ വനിതാ തൊഴിലുറപ്പ് പദ്ധതിക്കാരും പുരുഷന്മാരും ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഈ ഗുണ്ടൽപേട്ട് മോഡൽ മതിൽ കെട്ടുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ അതായത് സോളാർ ഫെൻസിങ് ഒക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് പലപ്പോഴും, അതായത് ടസ്ക് കൊണ്ട്, കൊമ്പ് കൊണ്ട്, ആനക്കൊമ്പ് കൊണ്ട് അടിച്ച് ഒക്കെ അവർ ഈ സോളാർ ഫെൻസിങ് ഒക്കെ തകർക്കും. കാരണം അത് നോൺ കണ്ടക്റ്റീവ് ആണെന്ന് അവർക്ക് ആനകൾക്കറിയാം, പരിചയം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഗുണ്ടൽപേട്ട് മോഡൽ. പിന്നെ ഏതൊക്കെ മോഡൽ, നമ്മൾ പല മോഡലുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. ബാമ്പു, പിന്നെ കാടും നാടും ചേരുന്നിടത്ത് ബാമ്പു കൃഷി ചെയ്താൽ ആന ബാമ്പു തിന്നാൻ വരും, തിന്നിട്ട് പോകുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ജനവാസ മേഖലകളിലേക്കും കടന്നു വന്നു എന്നിരിക്കാം. പക്ഷേ കാട്ടുപ്രദേശത്ത്, വനപ്രദേശത്ത് മുളം തൈകൾ വച്ചു പിടിപ്പിക്കുന്നത് ആനയ്ക്കും അതുപോലെയുള്ള കാട്ടുമൃഗങ്ങൾക്കും ആവശ്യമുള്ള ആഹാരം, ആനകൾക്കുള്ള ആഹാരമാണ് മുള, അതുപോലെ തന്നെ വാഴ. അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ സാധാരണ ജനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ആനയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഒരിക്കൽ കൃഷി ചെയ്താൽ അത് തന്നെ പെർപ്പച്വേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കൃഷികൾ എന്തൊക്കെയാണോ അതും തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് വനപ്രദേശങ്ങളിൽ ചെയ്താൽ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കാൻ അത് വലിയൊരു നടപടിയാകും. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗണത്തിൽപ്പെടുത്തി അതിൻ്റെ 4ാം പട്ടികയിലുള്ള തൊഴിലിൻ്റെ കൂട്ടത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഉൾപ്പെടുത്തി ബോർഡർ ജില്ലകളിലുള്ള മേഖലകളിലെല്ലാം ഈ സജ്ജീകരണങ്ങൾ ഒരുക്കിയാൽ വലിയ പരിധിവരെ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കാനും കർഷകർക്ക് ആത്മവിശ്വാസം പകരാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സഹായകമാകും എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ഓർക്കുക.